ഇന്ന് നടന്ന ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ആദിലയ്ക്കും അനീഷിനുമാണ്. അപ്പോൾ ആദിലയും അനീഷിനെയും ജയിലിൽ അടയ്ക്കാൻ വേണ്ടി വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഡാൻസ് കളിച്ച് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദില ആദ്യമായിട്ടാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. അപ്പം ജയിലിൻ്റെ വാതിലെത്തിയപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇത് ആദിലയുടെ കന്നി ജയിൽവാസമാണ്, അതുകൊണ്ട് വലത് കാല് വെച്ച് കയറിയാൽ മതിയെന്ന്. അങ്ങനെ ആദില നൂറയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ജയിലിലേക്ക് പോകാനായിട്ട് വലതുകാല് വെച്ച് കയറുകയാണ്. അപ്പം തന്നെ ജയിലിനകത്ത് ഒരു പല്ലി, ഭയങ്കര ബഹളമായിരുന്നു ആദില ആദ്യം. കാലെടുത്ത് വെച്ചതും പല്ലിയുടെ ബഹളം. അപ്പം അനീഷും അകത്ത് കയറി കഴിഞ്ഞപ്പം എന്തെങ്കിലും പ്രശ്നം അനീഷേട്ടൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പല്ലി എടുത്ത് അനീഷേട്ടൻ്റെ ദേഹത്തങ്ങ് ഇട്ടാൽ മതിയെന്ന് നൂറ പറയുന്നുണ്ട്. അനുമോളും പിന്നെയും കൂടെ പറയുന്നുണ്ട്, ഗ്ലാസ് പാത്രം ഇതൊന്നും തല്ലി പൊട്ടിക്കരുത്, വെള്ളം എടുത്ത് ഒഴിക്കരുത്. അനീഷ് ജയിലിനകത്ത് കയറി കഴിഞ്ഞപ്പം ഒരു സർപ്രൈസുമായിട്ടാണ് വന്നത്. അനീഷിൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ജയിലിലായതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഒരു സമാധാന സന്ധിയിൽ ജീവിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ സമാധാന സന്ധിയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദിലയ്ക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നു. ഷാനവാസ് പറയുന്നുണ്ട്, വേറെ ആർക്കും ചോക്ലേറ്റ് കൊടുക്കണ്ട, വേറെ ആർക്കും കൊടുക്കണ്ട, പുറത്ത് നിൽക്കുന്ന ആർക്കും കൊടുക്കണ്ട. അനീഷ് എല്ലാവരെയും ടാറ്റ പറഞ്ഞ് അയക്കുകയാണ് ജയിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. നല്ല രണ്ടാൾക്കാരാണ് ഇപ്പോൾ ജയിലിൽ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഒന്നാമത് ആദിലയുമായിട്ട് അനീഷ് ചേരത്തില്ല. അനീഷ് എന്ത് പറഞ്ഞാലും ആദില കേൾക്കാറില്ല. ആദില കേൾക്കും വരെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് അനീഷ്. ഈ രണ്ട് പേരുടെയും കൂടെയുള്ള ശല്യം കൊണ്ടാണ് അവരെ ഇപ്പോൾ ജയിലിലിട്ടേക്കുന്നത്. ഇനിയിപ്പം ഇവർ ജയിലിൽ കിടന്നിട്ട് എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.